മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ FA കപ്പ് ക്വാർട്ടർ ഫൈനൽ നമ്മുടെ ഈ സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് ഇത് നടക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു മത്സരം കൂടി തോറ്റ് കഴിഞ്ഞാൽ പിന്നെ 1.5 മാസത്തേക്ക് വേറെ വെറുതെ വഴിപാട് പോലെ കുറച്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഉണ്ടെന്നുള്ളൂ. അതല്ലാതെ നമുക്ക് വേറെ കോമ്പറ്റീഷനുകളൊന്നും തന്നെ ഇല്ല നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആകെ നമുക്ക് മുമ്പിലുള്ള റിയലിസ്റ്റിക്കലി ഒരു കപ്പ് അടിക്കാം എന്നുള്ളൊരു സാധ്യതയുള്ളത് ഈ ഒരു കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം തന്നെയാണ്. മത്സരം ലിവർപൂളിനെതിരെയാണ്. എന്താണ് ഫീലിംഗ്? നോട്ട് ഗുഡ്, ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഫോമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലിവർപൂളാണെങ്കിൽ തീപ്പൊരു ഫോമാണ്. അവർ സ്പാർട്ടേനെ പൊളിച്ചടക്കിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കാര്യം അവരുടെ കാര്യം നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ലിവർപൂൾ മാൻ സിറ്റി മത്സരവും അതുപോലെ തന്നെ നമ്മൾ മാഞ്ചസ്റ്റർ ഡെർബിയിൽ ചെയ്ത കാര്യം നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി വൈസ് ലിവർപൂളിൻ്റെ 7 അയലത്ത് പോലും ഈ സീസണിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജയിക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ മരിച്ച് കളിച്ച് നമ്മൾ 100% ഔട്ട്പുട്ട് ഇട്ട് പ്ലേയേഴ്സൊക്കെ ചത്ത് കളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള ഒരു ഫീലിംഗ് പോലും തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ എങ്ങനെ ലിവർപൂളിനെ തോൽപ്പിക്കാം? ഇപ്പോൾ ലിവർപൂളിനെതിരെ നമ്മൾ ഹാഫ് വേ ലൈനിൽ പോയി അറ്റാക്കി ഫുട്ബോൾ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അവരുടെ ഫോർവേഡ്സ് ഒക്കെ നല്ല ഫോമിലാണ്. ഇപ്പോൾ ന്യൂനസ് ആണെങ്കിലും സലയൊക്കെ ആണെങ്കിലും ഉണ്ട്. ഇപ്പോൾ സലേനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് പോലും ചോദ്യമാണ്. കാരണം നമുക്കൊരു സ്റ്റാർട്ടിങ് ലെഫ്റ്റ് ബാക്ക് പോലും ഇല്ല. ലിൻഡലോഫാണ് അവിടെ സലേനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡാലോട്ടായിരിക്കും. വാൻ ബിസാക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് പറയാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ സലേനെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ വലിയൊരു ഇഷ്യൂ ആണ്. അതുമാത്രമല്ല നമ്മൾ ഷോട്ട് വഴങ്ങുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ വഴങ്ങുന്ന ടീമുകളിൽ ഒന്നാണ് നമ്മൾ. അപ്പോൾ ലിവർപൂൾ ചറപറ അവർക്ക് ഷോട്ട് എടുക്കാനുള്ള അവസരങ്ങളുണ്ടാവും. അവരാണെങ്കിൽ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒട്ടും പിന്നിലല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് എങ്ങനെ ഷോട്ട് എടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഡിഫെൻസീവായിട്ട് തന്നെ കളിക്കേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വേറെ രക്ഷയുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ ടീമുകൾക്കെതിരെ വരുമ്പോൾ അവർക്കെതിരെ ഓപ്പണായിട്ട് അറ്റാക്കിങ് ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കപ്പോഴും പണിഷ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവായിട്ട് കളിക്കുക, കൗണ്ടർ അടിക്കാൻ നോക്കുക, മാക്സിമം ഗോൾ വഴങ്ങാതിരിക്കുക, അവരുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് റാഷ്ഫോർഡിൻ്റെയും ഹോയിലൻഡിൻ്റെയും സ്പീഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, റാഷ്ഫോർഡിൻ്റെ ഫോം എന്ന് വെച്ചാൽ വളരെ ഡള്ളാണ്. ഇപ്പോൾ ഹോയിലൻഡ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തിരിച്ചു വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹോയിലൻഡിലാണ് പ്രതീക്ഷ. ഹോയിലൻഡ് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അടിച്ചു കയറി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഇഞ്ചുറി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഹോയിലൻഡിൻ്റെ കാര്യം എങ്ങനെയാണ്, ആ ഒരു ഇഞ്ചുറി വരുന്നതിന് മുമ്പുള്ള ഫോം ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ അതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ അപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ വാൻഡൈക്ക് ആണെങ്കിലും നല്ല ഫോമിലാണെന്നുള്ളതാണ്. അപ്പോൾ ഹോയിലൻഡിന് വാൻഡൈക്കിനാണ് നേരിടേണ്ടി വരിക. അതല്ലെങ്കിൽ ഒരു പക്ഷേ ക്വാൻസെ ആയിരിക്കും വാൻഡൈക്കിൻ്റെ ഒപ്പം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാൻസേനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റാഷ്ഫോർഡും ഒപ്പം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്പീഡ് വെച്ച് ഇവരെ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ അതിന് നമ്മൾ ബോൾ വേഗം നീക്കുക എന്നുള്ളതാണ്. നീക്കണമെങ്കിലാണെങ്കിൽ ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡാണെങ്കിൽ അവർ നല്ല രീതിയിൽ ടൈറ്റപ്പനാണ്. അവിടെ എൻഡോ ഉണ്ട്, സബോസ്ലായ് ഉണ്ട്, മക്കാലിസ്റ്റർ ഉണ്ട്. അവർ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവുമല്ലോ, മാൻ സിറ്റി മത്സരത്തിൽ ശരിക്കും മാൻ സിറ്റി മിഡ്ഫീൽഡിനെ സഫോക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നമ്മുടെ കസമീറോയ്ക്കും അതുപോലെ ബ്രൂണോയ്ക്കും ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആകെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെയിനുമാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ മൗണ്ടിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടായിരിക്കും വരുന്നത്. മൗണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ മൗണ്ട് വന്നാലും അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ ബ്രൂണോനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു ഒരു പക്ഷേ മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ചിലപ്പോൾ 4 മിഡ്ഫീൽഡേഴ്സിന് ഇറക്കാനും ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ റൈറ്റ് വിങ്ങിൽ ബ്രൂണോനെ വിട്ടിട്ട് മൗണ്ടിനെ സെൻട്രലി കളിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ടെൻ ഹാഗ് തീരുമാനിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും രാത്രിയിലൊരു അറിവ് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കസമീറോയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇന്നൊരു വാർത്ത ഇന്ന് രാവിലെ ഇപ്പോൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസമീറോ ബ്രസീൽ നാഷണൽ ടീമിനൊപ്പം ഉണ്ടാവില്ല, ഇഞ്ചുറി ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒപ്പം കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ ഇഞ്ചുറി ആണോ അതോ നാഷണൽ ടീമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇഞ്ചുറി ഉണ്ടെന്നുള്ള കാര്യം പറയണോ എന്നറിയില്ല. ഇപ്പോൾ സർ അലക്സിൻ്റെ കാലത്ത് നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു. പല പ്ലേയേഴ്സും കറക്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുമ്പോൾ അവർക്ക് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞ് ഒഴിവായി നിൽക്കാറില്ല എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും സംഭവമാണെന്ന് അറിയില്ല. അപ്പോൾ കസമീറോയുടെ കാര്യത്തിൽ ഇന്ന് രാത്രി അറിയാം. അപ്പോൾ അതാണ് നമ്മുടെ മിഡ്ഫീൽഡിലാണെങ്കിലും അതുപോലെ ഡിഫെൻസിലാണെങ്കിലും അറ്റാക്കിലാണെങ്കിലും എല്ലായിടത്തും പ്രശ്നമാണ്. അതേസമയം ലിവർപൂളിനെ സംബന്ധിച്ച്
അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ പോലും അവർ നമ്മളെക്കാളൊക്കെ ഒത്തിരി ബെറ്ററായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാവൻബർഗ് ഇഞ്ചുറി ഫ്രീ ആണെന്നുള്ള കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടിരുന്നു, ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കേട്ടിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇതായിരിക്കും. ഒനാന ഇൻ ഗോൾ. അതുപോലെ തന്നെ ബാക്ക് ഫോറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡാലോട്ട് റൈറ്റ് ബാക്കായിട്ട്, അതുപോലെ തന്നെ വരാനുണ്ടാവും. ഒപ്പം പാർട്ട്ണർ ചെയ്യാൻ പോണത് ആരാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ മിക്കവാറും ഇവാൻസ് ഫിറ്റാണ്, ഇവാൻസ് ആയിരിക്കും. പക്ഷേ ഇവാൻസിനാണെങ്കിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട് എന്നുള്ള കാര്യം കേൾക്കുന്നുണ്ട്. അതുപോലെ മഗ്വയർ ഇപ്പോൾ ഫിറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരാനും മഗ്വയർ ആയിരിക്കും ഒരു പക്ഷേ. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ഏരിയയിലാണ്. അവിടെ ലൂക്ഷോനെ കളിപ്പിക്കുമോ അതോ അമർവാത്തിനെ കളിപ്പിക്കുമോ ലൂക്ഷോയും ലിൻഡലോഫിനെ കളിപ്പിക്കുമോ അതോ അമർവാത്തിനെ കളിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് കാണുന്നത്. മിക്കവാറും ലിൻഡലോഫ് ആയിരിക്കും. അതുപോലെ മിഡ്ഫീൽഡ് എനിക്ക് തോന്നുന്നത് കസമീറോ ഫിറ്റ് ആണെങ്കിൽ കസമീറോ, മെയിനു, ബ്രൂണോ ആയിരിക്കും. ഫിറ്റ് അല്ലെങ്കിൽ തീർച്ചയായും മക്ടോമിനി ആയിരിക്കും. അതുപോലെ ഫോർവേഡ് 3 എന്ന് പറയുന്നത് ഹോയ്ലൻഡും റാഷ്ഫോർഡും ഗാർനാച്ചോയും ആയിരിക്കും. അപ്പോൾ അതാണ്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക്? തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക.